ഹായ്. 2 ദിവസത്തിനുള്ളിൽ പാകിസ്ഥാനിൽ വെച്ച് വീണ്ടും US ഇറാൻ സമാധാന ചർച്ച. അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ വെച്ച് ഈ വാർത്ത കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഞങ്ങളെപ്പോലെയുള്ള കപ്പൽ ജീവനക്കാരാണ്. സാധാരണ 3-4 മാസത്തേക്കാണ് ഞങ്ങൾ കപ്പലിൽ വരുന്നത്. കോൺട്രാക്ട് കഴിയുമ്പോൾ എത്തുന്ന രാജ്യത്തു നിന്നും ഫ്ലൈറ്റ് കയറി തിരിച്ച് നാട്ടിലേക്ക് പോകും. എന്നാൽ ഹോർമോസിൽ ഇപ്പോൾ കോൺട്രാക്ട് കഴിഞ്ഞ കപ്പൽ ജീവനക്കാർ അവരുടെ സൈൻ ഓഫ് യുദ്ധക്കടലിൽ വളരെ വിദൂരതയിലാണ് നോക്കിക്കാണുന്നത്. കോൺട്രാക്ട് കഴിഞ്ഞിട്ടും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ പണ്ട് നമുക്ക് ഉണ്ടായിട്ടുള്ളത് കോവിഡ് കാലത്തായിരുന്നു. പക്ഷെ അന്ന് നമുക്ക് ഏറ്റവും സേഫായിട്ടും ഐസൊലേറ്റ് ആയിട്ടും ഇരിക്കാൻ പറ്റിയ സ്ഥലവും കപ്പലായിരുന്നു. പിന്നെ നമുക്ക് ഇങ്ങനെ കോൺട്രാക്ട് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുന്നത് വല്ല പൈലറ്റ്സ് അറ്റാക്ക് ഉണ്ടാകുമ്പോഴാണ്. വെസ്റ്റ് ആഫ്രിക്കയിൽ എണ്ണ എടുക്കാൻ പോയാൽ അവിടെ വെസ്റ്റ് ആഫ്രിക്കൻ പൈലറ്റ്സ്, മിഡിൽ ഈസ്റ്റിൽ എണ്ണ എടുക്കാൻ വന്നാൽ ഇവിടെ സൊമാലിയൻ പൈലറ്റ്സ്. അങ്ങനെ ഒരു കാലഘട്ടമുണ്ടായിരുന്നു ഞങ്ങൾക്ക്. എന്നാൽ ഇപ്പോൾ സൊമാലിയൻ പൈലറ്റ്സ് കുറച്ച് ശാന്തമായിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും വെസ്റ്റ് ആഫ്രിക്കൻ പൈലറ്റ്സ് ആക്റ്റീവാണ്. കപ്പലിനെയും കപ്പൽ ജീവനക്കാരെയും അവർ ബന്ദികളാക്കും. മില്യൺസ് ഓഫ് ഡോളർ റാൻസമായി ചോദിക്കും. എൻ്റെ കുറേ സുഹൃത്തുക്കൾ ഇതിന് ഇരയായിട്ടുണ്ട്. സൊമാലിയൻ കാടുകളിലൊക്കെ മാസങ്ങളോളം അവർ ബന്ദികളാക്കി. അതൊരു വലിയ ടോപ്പിക്കാണ്. അതിനെപ്പറ്റി ഞാൻ പിന്നീട് സംസാരിക്കാം. ഹോർമോസ് കംപ്ലീറ്റ് ആയിട്ട് അടച്ച് ഇറാന്റെ തുറമുഖത്തിൽ നിന്ന് വരുന്നതും പോകുന്നതുമായ എല്ലാ കപ്പലുകളെയും തടഞ്ഞ് ഇറാനെ സാമ്പത്തികമായി ക്ഷയിപ്പിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യം. എന്നാൽ അമേരിക്കയുടെ നാവി കപ്പലുകൾക്ക് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത വേറെ ഒരു കടൽ കൂടി ഇറാനുണ്ട്. ഇറാന്റെ നോർത്ത് സൈഡിലുള്ള കാസ്പിയൻ സീ. കംപ്ലീറ്റ് ലാൻഡ് ലോക്ക്ഡായ ഈ കടൽ വേറെ ഒരു കടലുമായിട്ടും ബന്ധമില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഒരു നാവി കപ്പലിനും ഇവിടെ എത്തിപ്പെടുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ കടലിലെ ഒരു സൈഡിൽ റഷ്യയും മറ്റേ സൈഡിൽ ഇറാനുമാണ്. ഒന്ന് അപ്ഗ്രേഡ് ചെയ്താൽ ഈ കടലിലൂടെ ഇറാന് 5 ലക്ഷം ബാരൽ ഓയിൽ വരെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എന്നാൽ ഹോർമോസിലൂടെ ഇറാൻ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരുന്നത് 20 ലക്ഷം ബാരൽ പെർ ഡേ ആണ്. അമേരിക്കയുടെ ഈ ബ്ലോക്കേഡ് കൊണ്ട് ഏറ്റവും ബുദ്ധിമുട്ടിലായിരിക്കുന്നത് ഇപ്പോൾ ചൈനയാണ്. ചൈനയുടെ ഒരു മെയിൻ എനർജി സോഴ്സ് ആണ് ഇപ്പോൾ മുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമാധാന ചർച്ചയ്ക്ക് ഇറാന് ചൈനയുടെ പ്രഷർ ഉണ്ടാവും. എവിടുന്നൊക്കെ പ്രഷർ ഉണ്ടായാലും വേണ്ടിയില്ല, ഈ സമാധാന ചർച്ച നടക്കുകയും അത് സമാധാനപരമായി തീരുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾ കപ്പൽ ജീവനക്കാരുടെ പ്രാർത്ഥന. താങ്ക് യു.